മാനേജ്മെന്റിന്റെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ യൂണിറ്റ് 1 നമ്മൾ 3 പാർട്ടായിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് വരുന്നത് അല്ലെ. സോ നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്താണ്, അതിന്റെ കുറച്ച് കോൺസെപ്റ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സോ നമുക്കിനി പാർട്ട് 2 പോവാം. അപ്പൊ പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ആദ്യം നമുക്ക് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ കുറിച്ച് പഠിക്കാം. അപ്പൊ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നമ്മൾ പണ്ട് ക്ലാസ്സുകളിൽ തൊട്ടേ സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചു വരുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെ. സ്റ്റീം എഞ്ചിന്റെ ഇൻട്രൊഡക്ഷനും അതെങ്ങനെയാണ് പ്രൊഡക്ഷനിൽ ഉണ്ടാക്കിയ മാറ്റം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു വന്നിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും മീൻ ചെയ്തത്, എങ്ങനെ വർക്ക് എഫിഷ്യൻസി കൂട്ടാനായിട്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഹെൽപ്പ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പണ്ട് ട്രഡീഷണലി പ്രാക്ടീസ് ചെയ്തിരുന്ന പല മെത്തേഡ്സും പ്രോസസ്സും കാര്യങ്ങളും എല്ലാം എന്തായി മാറി, ഓട്ടോമേറ്റഡ് ആയി മാറി അല്ലെ. അതായത് ഒരു മെഷീൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് മറ്റും നമ്മൾ എൻ്റർ ചെയ്യുകയാണ് ചെയ്തത്. ഒരു ഹ്യൂമൻ സെൻട്രിക് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, 1770s ആയപ്പോഴേക്കും അതൊരു മെഷീൻ സെൻട്രിക് ആയിട്ടുള്ള മെഷീൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് മാറുകയാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ നമ്മൾ കോൾ ബേസ്ഡ് ആയിട്ടുള്ള എൻജിൻസും കാര്യങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പൊ ഈ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ ഇത് ഒരുപാട് പ്രൊഡക്ഷൻ കൂട്ടാനും എഫിഷ്യൻസി കൂട്ടാനും മറ്റും ഹെൽപ്പ് ചെയ്തു. ഇവിടെ ജസ്റ്റ് ഹ്യൂമൻ സ്കിൽസിനെ എന്ത് ചെയ്തു, ഹ്യൂമൻ എഫേർട്സുമായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തത്. സോ മെഷീൻസ് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ആൻഡ് ആ മെഷീൻസിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വി നീഡ് ഹ്യൂമൻ എഫേർട്സ് അല്ലെ. ആ ഒരു രീതിയിലേക്കാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നമ്മളെ കൊണ്ട് എത്തിച്ചത്. ഇനി അതിനുശേഷം സ്റ്റീം എഞ്ചിൻ വന്നു. സ്റ്റീം എഞ്ചിൻ എന്ത് ചെയ്തു, സ്റ്റീം എഞ്ചിൻ പിന്നീട് ഫോസിൽ ഫ്യൂൽസ് യൂസ് ചെയ്തുകൊണ്ടുള്ള എഞ്ചിൻസിലേക്ക് മാറുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം എമേർജ് ചെയ്യുന്നത്. സോ ദാറ്റ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനലിനെ നമുക്ക് ഒന്നും കൂടി ഡെവലപ്പ് ആക്കാനായിട്ട് കഴിയും. ഇനി ഈ 1770s തന്നെ 1776 ആദം സ്മിത്ത് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന ഒരു ഐഡിയ പ്രപ്പൗണ്ട് ചെയ്തിരുന്നു. ഒരു മാനേജ്മെന്റ് കോൺസെപ്റ്റ് ആണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. സോ ഈ കോൺസെപ്റ്റിൽ മെയിൻ ആയിട്ട് പറഞ്ഞത് നമ്മൾക്ക് ആവശ്യം ടാസ്ക് ബേസ്ഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള സ്പെസിഫിക് മാൻ പവറിനെയാണ്. അതായത് ഒരു വ്യക്തി എല്ലാ ടാസ്കും പെർഫോം ചെയ്യുക എന്നതല്ല നമുക്ക് വേണ്ടത്. ഇന്ന ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വി നീഡ് എ സ്പെഷ്യലൈസ്ഡ് പേഴ്സൺ ഹു ഹാവ് സ്കിൽ ഇൻ ഇറ്റ്. ഇപ്പൊ നമുക്ക് പെയിന്റ് ചെയ്യണമെങ്കിൽ അത് അറിയാവുന്ന ഒരു വ്യക്തിയെ അവിടെ നമ്മൾ പ്ലേസ് ചെയ്യണം. ഇപ്പൊ നമുക്ക് സ്പെയർ പാർട്സ് ഉണ്ട്, അതിനെ നമുക്ക് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ അത് അറിയാവുന്ന മെക്കാനിക്കൽ ആയിട്ടുള്ള നോളേജും സ്കില്ലും ഉള്ള ആൾക്കാരെ നമുക്ക് അവിടെ വേണം. ഇതാണ് ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇതാണ് പിന്നീട് അസംബ്ലി ലൈൻ ഇൻ പ്രൊഡക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞ് നമ്മൾ പിന്നീട് കാണുന്ന ഒരു രീതിയിലേക്ക് എത്തിയത്. ദെൻ സോ ഈ ഒരു കോൺസെപ്റ്റ് മെയിൻലി ഫോക്കസ് ചെയ്തത് നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് ആ ഒരു കംപ്ലീറ്റ് പ്രൊഡക്ഷൻ, ഈ പ്രൊഡക്ഷന്റെ ഉള്ളിൽ നമുക്ക് പല പല ചെറിയ ചെറിയ സബ് പാർട്സ് അല്ലെങ്കിൽ സബ് ആയിട്ടുള്ള സ്മോളർ ആയിട്ടുള്ള പ്രോസസ്സും കാര്യങ്ങളും വന്നു. ഓരോ സബ് പാർട്ടിനെയും അല്ലെങ്കിൽ സബ് പ്രോസസ്സിനെയും നമ്മൾ എന്ത് ചെയ്തു, ഓരോ ടൈപ്പ് ഓഫ് വർക്കറിനെ നമ്മൾ അസൈൻ ചെയ്തു. ആ ഒരു ഐഡന്റിഫൈഡ് ടാസ്കിനെ നമ്മൾ ഓരോ വർക്കറെയും അസൈൻ ചെയ്യുവാണ് ചെയ്തത്. അപ്പൊ എന്ത് സംഭവിച്ചോടെ, ടാസ്ക് സ്പെഷ്യലൈസേഷൻ വരുവാണ് ചെയ്തത്. അതായത് ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ ആരെ ഏൽപ്പിച്ചു, ആ ഒരു ടാസ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളെ നമ്മളെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. സോ അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഡിഫക്ട്സ് കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഓട്ടോമേറ്റഡ് എൻജിൻസ് കാര്യങ്ങൾ യൂസ് ചെയ്തു. സോ ഇത് രണ്ടും കൂടി വന്നപ്പോൾ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സും വന്നു, പ്ലസ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബറും വന്നു. ഓട്ടോമാറ്റിക്കലി വർക്ക് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്തു, ഹൈ ഔട്ട്പുട്ട് വന്നു, ആൻഡ് ഡിഫക്ട്സ് കാര്യങ്ങൾ ലോവർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നമ്മൾ കാണുന്ന റോ മെറ്റീരിയൽ പ്രൊക്യൂർമെന്റ് തൊട്ട് മാർക്കറ്റ് ആക്സസ് കാര്യങ്ങളെല്ലാം എത്തിയത് ഈ പറയുന്ന വഴിയിൽ കൂടെ തന്നെ ആണ്. ഇതെല്ലാം ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഭാഗമായിട്ട് വന്ന കാര്യങ്ങളാണ്. സെക്കൻഡ് വൺ ഇസ് സയന്റിഫിക് മാനേജ്മെന്റ്. സയന്റിഫിക് മാനേജ്മെന്റ് പ്രപ്പൗണ്ട് ചെയ്തത് FW ടൈലർ, ഫെഡറിക് W ടൈലർ എന്ന് പറയുന്ന ആളാണ്. സോ ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. സോ ഈ ഇദ്ദേഹത്തിന്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്
മോട്ടിവേഷന്റെ ഒരു വർക്കറിന്റെ മോട്ടിവേഷന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് മണിയും അതുപോലെ തന്നെ മെയിൻ കൺസ്ട്രെയിൻ എന്ന് പറയുന്ന ഫാറ്റിഗുമാണ്. ഒരു ടയേർഡ്നെസ്, അതാണ് മീൻ ചെയ്യുന്ന ഫാറ്റിഗ് കൊണ്ട് ഫാറ്റിഗുമാണ് എന്നുള്ളതാണ്. സോ എന്ത് ചെയ്തു അവിടെ വി നീഡ് സർട്ടൺ മെത്തേഡ്സ് അല്ലെങ്കിൽ വി നീഡ് സർട്ടൺ സയന്റിഫിക് ലോസ് ബേസ്ഡ് ഓൺ മെഷർമെന്റ്, അനാലിസിസ്, ഒബ്സർവേഷൻ, ഇതെല്ലാം നമ്മൾ അവിടെ ഡിപ്ലോയ് ചെയ്യണം എന്നാണ് FW ടൈലർ പ്രൊപ്പൗണ്ട് ചെയ്തിരുന്നത്. ആൻഡ് ഓൾസോ വർക്കേഴ്സ് ഷുഡ് ബി പെയ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻഡിവിജ്വൽ പ്രൊഡക്ഷൻ. അവരെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അതനുസരിച്ച് എന്ത് ചെയ്യണം, പേയ്മെന്റ് കൊടുക്കണം എന്നുള്ളതുമാണ് അവിടെ പറഞ്ഞത്. ആൻഡ് ഓൾസോ ഓരോരുത്തർക്ക് ഈ പറയുന്ന വർക്ക് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ടൈലർ തന്നെയാണ്. അതായത് വർക്കിനെ തരം തിരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഓരോ വർക്കിന് ഓരോ വ്യക്തികൾ എന്നുള്ള രീതിയിലും അവിടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് FW ടൈലറിൽ ഈ പറയുന്ന സയന്റിഫിക് മാനേജ്മെന്റ് ഫിലോസഫിയിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രോസസ്സ് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. ഇതിനുള്ള മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒന്നായിരുന്നു ടൈം മോഷൻ സ്റ്റഡീസ് എന്ന് പറയും. ടൈം മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ വർക്കറിന്റെ മൂവ്മെന്റ് ഇത് ക്രിട്ടിക്കലി നമ്മൾ ഒബ്സർവ് ചെയ്ത് നോട്ട് ചെയ്യണം. അതായത് ഒരു വർക്കർ ഒരു വർക്കിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നോട്ട് ചെയ്യുക. ഇതാണ് ടൈം മോഷൻ സ്റ്റഡി. അപ്പൊ ടൈം പഠിക്കുന്നുണ്ട്, അതായത് എത്ര ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതും പഠിക്കുന്നുണ്ട്. പ്ലസ് മോഷൻ, അവരുടെ മൂവ്മെന്റ്, അതാണ് മോഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അവരുടെ മൂവ്മെന്റ് എന്താണ് ത്രൂ ഔട്ട് ദാറ്റ് ജോബ് എന്നുള്ളതും സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഇതായിരുന്നു FW ടൈലറിന്റെ മേജർ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ബൈ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തൊരു പുതിയ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അവിടെ ഒരുപാട് ഡിസ്പ്ലഷേഴ്സ് കാര്യങ്ങൾ വരാം അല്ലെ. സോ ഇവിടെയും വർക്കേഴ്സിന്റെ ഭാഗത്തു നിന്നൊരു ഡിസ്പ്ലഷർ വന്നു. ഇതൊരു അൺഫെയർ ആയിട്ടുള്ള ഒരു പ്രോസസ്സാന്ന് പറഞ്ഞു. അവരുടെ പേ ഔട്ട് ഒന്നും കറക്റ്റ് അല്ല, അവരെടുക്കുന്ന ഈ പറയുന്ന എഫേർട്ട് അനുസരിച്ചല്ല അവരുടെ പേ ഔട്ട്സ് വരുന്നത്, കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദേ സെയ്ഡ് ദാറ്റ് ദർ കോമ്പൻസേഷൻസ് വർ നോട്ട് ഇനഫ്. ഇൻക്രീസ്ഡ് ഔട്ട്പുട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും അവരുടെ കോമ്പൻസേഷൻസ് പ്രോപ്പർ അല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. സോ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. എന്നാലും ഒരുപാട് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിലോസഫിയാണ് സയന്റിഫിക് മാനേജ്മെന്റ് ഫിലോസഫി എന്ന് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ടൈലർ ഈ സയന്റിഫിക് മാനേജ്മെന്റിലേക്ക് കുറച്ചുകൂടി ആഡ് ചെയ്ത ഒരാളാണ് ഹെൻറി ഫോർഡ് എന്ന് പറയുന്നത്. ഫോർഡ് എന്ന് പറയുന്ന പേര് നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും. നമ്മൾ ഫോർഡിന്റെ കാർസ് ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലെ, ആ സെയിം തന്നെയാണ് ഹെൻറി ഫോർഡ് എന്ന് പറയുന്നത്. സോ ഫോർഡ് ആണ് സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നോളജിയുമായി കൊളാബറേറ്റ് ചെയ്ത് ഫങ്ഷൻ ചെയ്യാനായിട്ട് കൊണ്ടുവന്നത്. സോ സയന്റിഫിക് മാനേജ്മെന്റ് ഐഡിയാസ് ടൈലർ പ്രപ്പോണ്ട് ചെയ്ത സയന്റിഫിക് മാനേജ്മെന്റ് ഐഡിയാസ് അഡോപ്റ്റ് ചെയ്തു. പ്ലസ് അതിന്റെ കൂടെ എമർജിങ് ടെക്നോളജീസ് കാര്യങ്ങൾ കൂടി അഡോപ്റ്റ് ചെയ്താണ് ഫോർഡ് തന്റെ ഐഡിയാസ് ഫോർമുലേറ്റ് ചെയ്തത്. അങ്ങനെ ഫോർഡ് കാർസ് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ അതിനൊരു മൂവിങ് അസംബ്ലി ലൈൻ മാനുഫാക്ചറിങ് കാര്യങ്ങളെല്ലാം വന്നു. ഒരു സ്പീഡ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ടുവരാൻ പറ്റിയെന്നാണ് പറഞ്ഞത്. ആൻഡ് ദേ ഓൾസോ അഡോപ്റ്റഡ് ഇന്റർചേഞ്ചബിൾ പാർട്സ് ആൻഡ് സ്പെയർസ് ഫിലോസഫി. ഇതും ഫോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒന്ന് ആണ്. ദെൻ തേർഡ് വൺ ഇസ് ദ ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെന്റ്. സോ ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെന്റ് മെയിൻലി അതൊരു ഹോത്രോൺ സ്റ്റഡീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. എൽട്ടൺ മായോ എന്ന് പറയുന്ന ഒരാള് 1930s ഒരു ഇലക്ട്രിക് പ്ലാന്റ്, അതായത് വെസ്റ്റേൺ ഇലക്ട്രിക് പ്ലാന്റിൽ വെച്ച് ഹി കണ്ടക്ടഡ് എ സ്റ്റഡി. അതിന്റെ ഔട്ട്കം ആണ് ഈ പറയുന്ന ഹോത്രോൺ എഫക്ട് എന്ന് പറയുന്നത്, എഫക്ട് എന്ന് പറയുന്നത്. ഇതാണ് ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റിന്റെ ബേസിക് ആയിട്ടുള്ള തിയറി ആയിട്ട് നമ്മൾ പറയുന്നത്. സോ ഈ സ്റ്റഡീസിനെ നമ്മൾ ഹോത്രോൺ സ്റ്റഡീസ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. സോ ഹോത്രോൺ സ്റ്റഡീസ് സ്റ്റഡി ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഒരു വർക്ക് പ്ലേസ്, അവിടെ ഒരുപാട് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈറ്റ് ഉണ്ടാവും, റൂം ടെമ്പറേച്ചർ, ദെൻ അവിടുത്തെ വെന്റിലേഷൻ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഇതിന്റെ എഫക്റ്റ് എങ്ങനെയാണ് വർക്കിൽ, ഇതാണ് ഹോത്രോൺ എക്സ്പെരിമെന്റിൽ അവർ സ്റ്റഡി ചെയ്തത്. സോ ഇത് എങ്ങനെ വർക്കേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റിനെ അല്ലെങ്കിൽ എഫിഷ്യൻസിനെ എഫക്ട് ചെയ്യുന്നു, ഇതാണ് ഹോത്രോൺ സ്റ്റഡീസ് സ്റ്റഡി ചെയ്തത്. ആൻഡ് എൽട്ടൺ മായോ എന്ത് ചെയ്തു, മോട്ടിവേറ്റഡ് ബൈ ദ അറ്റൻഷൻ ദേ ഗോട്ട്. അവർ എന്ത് മനസ്സിലായി, വർക്കേഴ്സ് എപ്പോഴും മോട്ടിവേറ്റഡ് ആവുന്നത് എന്തിന്റെ ബേസിസിലാണ്, അവർക്ക് ലഭിക്കുന്ന അറ്റൻഷൻ. സോ മാനേജ്മെന്റ്
അവരിൽ എന്തോരം അറ്റൻഷൻ കൊടുക്കുന്നുണ്ടോ അത് ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഫോർ എംപ്ലോയീസ് ആണ് എന്നുള്ളതും എൽട്ടൺ മായർ കണ്ടുപിടിച്ചു. ആൻഡ് ഇതാണ് പിന്നീട് ഹോത്രോൺ എഫക്റ്റ് എന്ന് അറിയപ്പെട്ടിരുന്നത്. സോ ഇതാണ് ഈ പറയുന്ന ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റിന്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത് ഈ ഹോത്രോൺ എക്സ്പീരിമെന്റ്സ് ആണ്. ആൻഡ് ഈ പല ഫാക്ടേഴ്സ്, അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചു, സയന്റിഫിക്കലി നമ്മൾ പഠിച്ചു മണിയാണ് അവിടുത്തെ മെയിൻ ഫാക്ടർ എന്ന് പഠിച്ചു അല്ലെ. സോ ഹോത്രോൺ സ്റ്റഡീസ് മണി അല്ലാതെ അതർ ഫാക്ടേഴ്സ് ദാൻ മണി ഏതൊക്കെയാണ് നമ്മുടെ വർക്കിനെ എഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റീനെ എഫക്ട് ചെയ്യുന്നത്, ഇത് സ്റ്റഡി ചെയ്യാനാണ് ഹോത്രോൺ എക്സ്പീരിയൻസ് നമ്മൾ കണ്ടക്ട് ചെയ്തത്. ആൻഡ് പല മെത്തേഡ്സ്, ഈ ഒരു സ്റ്റഡിയിൽ നിന്ന് കിട്ടിയ ഔട്ട്കം വെച്ചിട്ട് പല മെത്തേഡ്സും നമ്മൾ അഡോപ്റ്റ് ചെയ്തു. എംപ്ലോയി മൊറാലെ കൂട്ടാനും അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഒക്കെ പല മെത്തേഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ആൻഡ് ഈ ഒരു സ്റ്റഡിയിൽ നിന്ന് കിട്ടിയ കൺക്ലൂഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിംഗ്, വെന്റിലേഷൻ ഇതെല്ലാം വർക്ക് പ്ലേസിൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വർക്കേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് ഈ സ്റ്റഡിയുടെ ഒരു കൺക്ലൂഷൻ ആയിട്ട് അവിടെ പറഞ്ഞത്. അപ്പൊ ചില എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ടിവിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു സ്റ്റഡിയിൽ നിന്ന് ക്ലിയർ ആയി. ആൻഡ് ഓൾസോ മാനേജ്മെന്റ് വർക്കേഴ്സിന് കൊടുക്കുന്ന അറ്റൻഷൻ, നമ്മൾ എന്ത് ചെയ്താലും ഒന്നും മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു മാനേജ്മെന്റും ആൻഡ് അവരെന്ത് ചെയ്യുമ്പോഴും ഒരു ശ്രദ്ധ ചെലുത്തുന്ന മാനേജ്മെന്റും നമ്മൾ വ്യത്യാസമുണ്ട് അല്ലെ. സോ മാനേജ്മെന്റ് ഇവർക്ക് കൊടുക്കുന്ന അറ്റൻഷനും ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് എന്നുള്ളത് അവിടെ ഐഡന്റിഫൈ ചെയ്തു. ആൻഡ് ഇവിടെ വർക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കുക, സയന്റിഫിക് മാനേജ്മെന്റ് പറഞ്ഞു ഡിഫറൻഷിയേറ്റഡ് ആക്കുക എന്ന് പറഞ്ഞു, എങ്കിലും കുറച്ചും കൂടി വർക്ക് ഇൻട്രസ്റ്റിംഗും മീനിങ് ഫുള്ളും ആക്കുക എന്നുള്ളതും ഈ ഒരു മൂവ്മെന്റിന്റെ ഒരു എയിം ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. സോ ഇപ്പൊ നേരത്തെ എന്ന് പറയുമ്പോൾ ടാസ്ക് സ്പെസിഫൈഡ് ജോബ്സ് ആണ്. സയന്റിഫിക് മാനേജ്മെന്റിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ ഇത് ചെയ്യാനായിട്ട് ഓരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കുന്നു. സോ ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് അടിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്ത് എന്ത് സംഭവിക്കും, ബോറടിക്കും അല്ലെ. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ജോലിയിലുള്ള ഇൻട്രസ്റ്റ് പോവും, ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ടിവിറ്റി ഡിക്ലൈൻ ചെയ്യും. സോ അങ്ങനെ വന്നപ്പോ ഈ ഒരു പ്രശ്നം ഓവർകം ചെയ്യാനായിട്ട് ഇൻട്രൊഡ്യൂസ്ഡ് സംതിങ് കോൾഡ് ജോബ് എൻലാർജ്മെന്റ്. അതായത് ഒരു വ്യക്തിയെ ഒരു ചെറിയ പാർട്ട് ഓഫ് ജോബ് ഏൽപ്പിക്കാതെ ഒരു ലാർജർ പോർഷൻ ഓഫ് വർക്ക് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. സോ അവിടെ എന്താണ്, അവരുടെ ഡ്യൂട്ടീസ് എൻലാർജ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അവർക്ക് എന്തുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല പല ഡ്യൂട്ടീസ് അവരുടെ വർക്കിലേക്ക് ആഡ് ഓൺ ചെയ്ത് വരുവാണ്. സോ ഇറ്റ് മേക്സ് ദ ജോബ് മോർ ഇൻട്രസ്റ്റിംഗ്. അതുപോലെ തന്നെ വന്ന ഒന്നാണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. എന്താണ്, അവരെ പ്ലാനിങ് റോളിലും കൂടി കൺസിഡർ ചെയ്യുമായിരുന്നു ഉണ്ടായത്. സോ അവിടെയും എന്ത് ചെയ്തു, ദ വർക്ക് ബിക്കം മോർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഓൾസോ എന്താണ്, അവരുടെ പ്രൊഡക്ടിവിറ്റി മറ്റും ഇൻക്രീസ് ചെയ്യാനായിട്ടും അത് ഹെൽപ്പ് ചെയ്തു. ദ നെക്സ്റ്റ് വൺ ഇസ് മാനേജ്മെന്റ് സയൻസ്. മാനേജ്മെന്റ് സയൻസിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതായത് വി ഹാവ് ടു ടേക്ക് സർട്ടൺ ഡിസിഷൻസ് ഇൻ ഓപ്പറേഷൻ മാനേജ്മെന്റ് അല്ലെ. സോ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് സോൾവ് ചെയ്യണം. സോ ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് ഐഡന്റിഫൈ ചെയ്യാണ് മാനേജ്മെന്റ് സയൻസിൽ ഉണ്ടായത്. സോ അവിടെ നമുക്ക് പ്രിവൈലിംഗ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് പ്രോബ്ലംസിനും മറ്റും സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു മാനേജ്മെന്റ് സയൻസിൽ മെയിൻലി മീൻ ചെയ്തത്. ആൻഡ് FW ഹാരിസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് 1913 ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഇൻവെന്ററി മാനേജ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോഡൽ ആയിരുന്നു. ഇതുവഴി വി ഹാവ് സർട്ടൺ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ പ്രോബ്ലം സോൾവിംഗ് ലൈക് സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് തിയറി, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, അതെല്ലാം ഈ പറയുന്ന സോഴ്സിംഗിലാണെങ്കിലും ഇൻവെന്ററി മാനേജ്മെന്റിലാണെങ്കിലും ഒക്കെ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ മോഡൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും. ഇതാണ് മാനേജ്മെന്റ് സയൻസിൽ പറയുന്നത്. ഇനി ചില മെത്തേഡ്സ് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ്ങിന് മാത്രമല്ല, കോംപ്ലക്സ് ആയിട്ടുള്ള ലോജിസ്റ്റിക് ഇഷ്യൂസ് അല്ലെങ്കിൽ ഇപ്പൊ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതിന്റെ അവൈലബിലിറ്റി, ഇങ്ങനെ പല കാര്യങ്ങളിലും പ്രോബ്ലംസ് എടുക്കുക അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാനും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും മറ്റും ഹെൽപ്പ് ചെയ്തിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താണ്, നമുക്ക് സ്ട്രാറ്റജിക്കലായിട്ടും സയന്റിഫിക്കുമായിട്ടും എന്ത് ചെയ്തു, നമുക്കൊരു പർട്ടിക്കുലർ സ്ട്രാറ്റജിക് ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തത്.
ഇപ്പൊ ലീനിയർ പ്രോഗ്രാമിംഗ് ഒക്കെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. നമ്മൾ ഫോർകാസ്റ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ലീനിയർ പ്രോഗ്രാമിംഗ് ഒക്കെ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. നമ്മുടെ ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്സും ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇതാണ് മാനേജ്മെന്റ് സയൻസ് എന്ന് പറയാം. ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ, ദ കമ്പ്യൂട്ടർ ഏജ്. ഒരു 1970s ഒക്കെ ആയപ്പോ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യൂസേജ് കൂടി. ഇപ്പൊ മിക്ക ബിസിനസ് സെന്റേഴ്സും എന്ത് ചെയ്തു, കമ്പ്യൂട്ടേഴ്സ് അഡോപ്റ്റ് ചെയ്തു അവരുടെ ബിസിനസ്സിലേക്ക്. ഇത്രയും നാളും പേപ്പർ വർക്കിലൂടെ പോയിരുന്ന സ്ഥലം എന്തായി, കമ്പ്യൂട്ടർ വെച്ച് റീപ്ലേസ് ആവുകയാണ് ഉണ്ടായത്. സോ അപ്പൊ അവിടെ അൽഗരിതം ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ടൂൾസും മോഡൽസും കാര്യങ്ങളെല്ലാം വന്നു. ട്രെൻഡ് അനാലിസിസ് വന്നു. ഫോർകാസ്റ്റിംഗ് ഒക്കെ ഈസി ആയി അല്ലെ. നേരത്തെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യും എന്നുള്ളത് അല്ലെ. കുറെ പേപ്പേഴ്സ് വെക്കുന്നു, നമ്മൾ ഒരുപാട് കാൽക്കുലേഷൻസ് ചെയ്യുന്നു. സോ ഇവിടെ ഒരു അൽഗരിതം ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ്. ആൻഡ് ഓൾസോ ട്രെൻഡ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. സോ ദാറ്റ് ഫോർകാസ്റ്റിംഗ് വളരെ എളുപ്പമാവും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഏരിയയിലേക്കാണ് കമ്പ്യൂട്ടർ ഏജ് നമ്മളെ കൊണ്ടുപോയി എത്തിച്ചത്. വി ഹാവ് സർട്ടൺ ക്വാണ്ടിറ്റേറ്റീവ് മോഡൽസ് ലൈക്ക് ഡാറ്റാ ബേസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് ടൂൾസ് വന്നു. അതേപോലെ തന്നെ സയന്റിഫിക് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ടൂൾസ് കാര്യങ്ങളെല്ലാം വന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു, നമുക്ക് ഡേറ്റ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ ഓപ്പറേഷൻ മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുവാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന കമ്പ്യൂട്ടർ ഏജ് ചെയ്ത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ മെറ്റീരിയൽ റിക്വയർമെന്റ് പ്ലാനിങ് MRP എന്ന് പറയുന്നത് ഇൻവെന്ററി കൺട്രോൾ ആൻഡ് ഷെഡ്യൂളിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നായിരുന്നു. ഇതെല്ലാം ഈ പറയുന്ന കമ്പ്യൂട്ടർ ഏജിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒന്നാണ്. അപ്പൊ ഇത് വെച്ച് എന്ത് ചെയ്തു, ഇൻവെന്ററി കൺട്രോളിംഗ് സിസ്റ്റം കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി എഫിഷ്യന്റ് ആവുകയാണ് ചെയ്തത്. ദെൻ JIT സിസ്റ്റം, നമ്മുടെ ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം എന്ന് പറയും. സോ 1980s ജപ്പാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കോൺസെപ്റ്റ് ആണ് JIT സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ പ്രിൻസിപ്പിൾ ഇത്രേ ഉള്ളൂ, റൈറ്റ് പാർട്സ് അറൈവ് അറ്റ് റൈറ്റ് പ്ലേസ് ഇൻ ദ റൈറ്റ് ക്വാണ്ടിറ്റി. അതായത് റൈറ്റ് പാർട്സ് എവിടെ വേണം, റൈറ്റ് പ്ലേസിൽ റൈറ്റ് ക്വാണ്ടിറ്റിയിൽ എത്തുക. നമ്മൾ പേര് പറയുന്ന പോലെ ജസ്റ്റ് ഇൻ ടൈം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്ഷൻ നടക്കുന്നതിന് മുന്നേ തൊട്ട് മുന്നേ ആയിരിക്കും എന്തെത്തുന്നത്, പ്രൊഡക്ഷന് വേണ്ട റൈറ്റ് ക്വാണ്ടിറ്റിയിലുള്ള റൈറ്റ് ഐറ്റംസ് അവിടെ അറൈവ് ചെയ്യുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് നമുക്ക് റെഡ്യൂസ് ചെയ്യാം, സ്റ്റോറിംഗ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ നമുക്ക് ഒരുപാട് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഇൻവെന്ററി കൺട്രോൾ സിസ്റ്റം വേണ്ട, അതിനുവേണ്ടി വെയർഹൗസ് വേണ്ട, ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഈ ഒരു സിസ്റ്റത്തിനുണ്ട്. ഇതാണ് സിംപ്ലി പറഞ്ഞാൽ നമ്മുടെ JIT സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഒരു കംപ്ലീറ്റ് മാനേജ്മെന്റ് ഫിലോസഫി ആണ് നമ്മൾ മീൻ ചെയ്യുന്നത്. അതായത് എല്ലാ ലെവൽസിലുള്ള മാനേജ്മെന്റും എന്ത് ചെയ്യണം, ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കംസ് ടു ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് സിസ്റ്റം. എല്ലാ പ്രോസസ്സിലും, ഇപ്പൊ ഏറ്റവും ലാസ്റ്റിലും ഏറ്റവും ടോപ്പിലും അല്ല, എല്ലാ ലെവൽസിലും എന്താണ്, ഒരു കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് കാര്യങ്ങളാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത്. അപ്പൊ JIT സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ്. അതുകൂടാതെ എഫിഷ്യൻസി കൂട്ടുക, ബോട്ടിൽ നെക്സ് റെഡ്യൂസ് ചെയ്യുക, ഓർഗനൈസേഷണൽ വേസ്റ്റേജ് കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യുക, ഇതെല്ലാം ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാവുന്നതും ആണ്. ദെൻ അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കിയേ, സിംപ്ലിഫിക്കേഷൻ പ്രോസസ് ആണ്. സ്റ്റോഴ്സ് ഫംഗ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയർ ഹൗസ് കാര്യങ്ങൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്, ഇപ്പൊ നമുക്ക് ഇൻവെന്ററി കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ടുള്ള കോസ്റ്റാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ബെറ്റർ ആയിട്ടുള്ള റിസോഴ്സ് പ്ലാനിങ്ങും അലോക്കേഷനും എല്ലാം നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. സോ ആ ഒരു സമയത്ത് ഒരുപാട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസും മറ്റും എന്ത് ചെയ്തു, ഒരു ഓപ്പറേഷണൽ ടേൺ അറൗണ്ട് നടത്തി JIT സിസ്റ്റം ഈ അഡ്വാൻറ്റേജസ് ഒക്കെ കണ്ട് ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ദെൻ വി ഹാവ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഇപ്പൊ തന്നെ ഒന്നാണ് TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെയും കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളൊരു കാര്യം പ്രൊവൈഡ് ചെയ്യുമ്പോൾ പ്രോപ്പർ ക്വാളിറ്റിയിൽ അത് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഇതിൽ നോക്കിയാൽ പോലും ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഇന്നവിറ്റബിൾ പാർട്ടായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ കസ്റ്റമേഴ്സിന് എന്താണ്, ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് ആർക്കാണെങ്കിലും ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോ അവരുടെ ബ്രാൻഡ് ഇക്വിറ്റി കൂട്ടാനും അവരുടെ ബ്രാൻഡ് ഇമേജ് കൂടാനും അവർക്കൊരു നല്ല ഗുഡ് വില് കിട്ടാനും ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ട് അവർക്ക് മുന്നേറി നിൽക്കാനും എല്ലാം എന്ത് ഹെൽപ്പ് ചെയ്യും, ഈ പറയുന്ന ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അവരെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. സോ എപ്പോഴും ആ ഒരു ക്വാളിറ്റി മീറ്റ് ചെയ്യുക എന്നുള്ള ഒരു എയിം വെച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒന്നാണ് TQM എന്ന് പറയുന്ന ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പൊ ചില ക്വാളിറ്റി ഗുരൂസ്, ഭയങ്കര റിനൗണ്ട് ആയിട്ടുള്ള ക്വാളിറ്റി ഗുരൂസും കാര്യങ്ങളുമാണ് ഈ പറയുന്ന ഒരു ടേമിനെ
പോയിന്റ് ഔട്ട് ചെയ്തത്. അതിലൊരാളാണ് എഡ്വേർഡ് ഡെമിംഗ് എന്ന് പറയുന്ന ആള്. സോ എന്താണ് TQM എന്ന് പറയുന്നത്? കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിനെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി. സോ ഇവിടെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് പ്രോഡക്റ്റ് ക്വാളിറ്റി ആണ്. എല്ലാ ലെവൽസിലും എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. വി ഹാവ് ടു ഐഡന്റിഫൈ, എലിമിനേറ്റ് ആൻഡ് കൺട്രോൾ ഡിഫക്ട്സ്. സീറോ ഡിഫക്ട്സ് എന്നുള്ളതാണ് നമ്മളവിടെ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത്. ഇതൊരു 1980s ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെങ്കിലും ഇത് കൂടുതലും മാനേജ്മെന്റ് വിസിബിൾ ആവാൻ തുടങ്ങിയത് 1990s. അപ്പൊ നമുക്ക് പല സ്റ്റാൻഡേർഡ്സ്, ഇപ്പൊ പല ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഒരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പല സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പൊ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് ISO സർട്ടിഫിക്കേഷൻ എന്ന് കേട്ടിട്ടുണ്ട്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡ്സ്. അതാണ് ISOന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോഴും, ഇപ്പൊ ഹെൽമെറ്റ് മേടിച്ചാലും അല്ലെങ്കിൽ നമ്മൾ യൂട്ടൻസിൽസ് മേടിച്ചാലും എല്ലാം ISO സർട്ടിഫൈഡ് ആണോ നമ്മൾ നോക്കാറുണ്ട് അല്ലെ. ഇതാണ് ഈ സ്റ്റാൻഡേർഡ്സിന് കീപ്പ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ISO സ്റ്റാൻഡേർഡ്സ് ആണ്. സോ ഡിസൈനിനും ഡെവലപ്മെന്റിനും പ്രൊഡക്ഷനും പ്രോസസ്സിനും എല്ലാത്തിനും എന്ത് വന്നു? സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ വരുവാണ് ചെയ്തത്. അങ്ങനെ ISOയില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ISO 9001 എന്ന് പറയുന്നത്. ഇത് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ്. പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും കസ്റ്റമർ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനും കൺസിസ്റ്റൻസ് ആയിട്ട് ഒരു ക്വാളിറ്റി കാര്യങ്ങൾ കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള ഒരു ISO ആണ് ISO 9001 എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, പലതരം ISOs ഉണ്ട്. ഇതിൽ 9001നെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്രം. ആൻഡ് ഏറ്റവും വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഒന്നാണ് കസ്റ്റമർ സെൻട്രിക് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സും അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റും കാര്യങ്ങളും എല്ലാം എൻഷുർ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് ISO 9001 എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ അഡ്വാൻറ്റേജസും കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർ സെൻട്രിക് ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അവർക്കൊരു കോൺഫിഡൻസും ട്രസ്റ്റും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ കംപ്ലൈന്റ് ഹാൻഡ്ലിങ്ങും പ്രോബ്ലം സോൾവിങ്ങും എല്ലാ കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പ്രോസസ് എഫിഷ്യൻസി കാര്യങ്ങൾ കൂട്ടി വേസ്റ്റേജും മറ്റും റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ലാസ്റ്റ് വൺ, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റിനും ലോങ് ടേം കോമ്പറ്റീറ്റീവ്നെസിനും ഹെൽപ്പ് ചെയ്യും. ഇതാണ് നമ്മൾ ഈ പറയുന്ന ഓപ്പറേഷൻ മാനേജ്മെന്റ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതിന്റെ ബാലൻസ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. സോ നെക്സ്റ്റ് പാർട്ടിൽ കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.